ഹായ് ഡിയർ ലേണേഴ്സ്, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BA ഹിന്ദി ഫസ്റ്റ് സെമിസ്റ്ററിലെ ഹിന്ദി സാഹിത്യ का इतिहास ആദികാൽ से रीतिकाल तक എന്ന ലേണിംഗ് മെറ്റീരിയലിലെ 4ാമത്തെ ബ്ലോക്കിലെ 6ാമത്തെ യൂണിറ്റാണ്. ഈ യൂണിറ്റോടുകൂടി നമ്മൾ ഈ ബ്ലോക്ക് അവസാനിക്കുകയാണ്. ഈ യൂണിറ്റിൽ പറയുന്നത് ഭക്തികാലക്ക് അന്യ പ്രവൃത്തിയാം ഓർ കവി, ഭക്തികാലത്തിലെ മറ്റ് പ്രവൃത്തികളും കവികളും ആ കാലഘട്ടത്തിലെ മറ്റ് സവിശേഷതകളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഭക്തികാലക്ക് അന്യ വിശേഷതാവോ സമസ്ത ഹെ, ഭക്തികാലത്തിലെ മറ്റ് വിശേഷതകൾ നമ്മൾ മനസ്സിലാക്കുന്നു. भक्तिकाल के मुख्य कवियों के अलावा अन्य जो कवियों है उनके बारे में जानकारी प्राप्त करती है. ഭക്തികാലത്തിലെ മുഖ്യ കവികളുടെ കൂടാതെ അവിടെയുള്ള കവികളെ കുറിച്ച് കൂടുതൽ അറിവ് നമുക്ക് ഈ ഒരു ലെസണിൽ കൂടി ലഭിക്കുന്നു. ഭക്തികാൽ ഹിന്ദി സാഹിത്യके സുവർണകാൽ മാനെ ജാതാ ഹെ, ഭക്തികാൽ ഹിന്ദി സാഹിത്യത്തിലെ സുവർണകാലമായിട്ടാണ് അറിയപ്പെടുന്നത്. ഇസ് കാലമേ മൂൽ രൂപമേ ധാർമ്മിക് ചിന്തൻ की പ്രമുഖത हुई है, ഈ കാലഘട്ടത്തിൽ അടിസ്ഥാനപരമായിട്ടും ധാർമ്മിക ചിന്തകളാണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. ईश्वर के प्रति आस्था और आराध्य गुणगान ही काव्य के रूप में प्रचलित है. ഈശ്വരനെ പ്രതിയുള്ള ആസ്ഥയും ആരാധ്യനും, ഈശ്വരനെ ധ്യാനിക്കുക ആരാധിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഭക്തികാലത്തിലെ പ്രധാനപ്പെട്ട പ്രവൃത്തി. സ്വതന്ത്ര രൂപസെ കാവ്യ രചനയെ ദിക്കായി ദേത്തി ഹെ, നമുക്ക് ഒരു സ്വതന്ത്ര രൂപത്തിലുള്ള രചനകളും ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഭക്തികാൽ വിവിധ की दृष्टि से काफी विशाल है, ഭക്തികാൽ വൈവിധ്യത്തിന്റെ ദൃഷ്ടിയിലൂടെ നോക്കുമ്പോൾ വളരെയധികം വിശാലമാണ്. ഭക്തികാൽ के रचनाकारों ने अपने काव्य में भक्ति को विशेष अर्थ दिया है, ഭക്തികാലത്തിലുള്ള രചനാകാരങ്ങളെല്ലാം ഭക്തിക്ക് ഒരു വിശേഷപ്പെട്ട അർത്ഥമാണ് നൽകിയിരിക്കുന്നത്. ചർച്ച ഭക്തികാൽ का दायरा काफी विस्तृत है, ഭക്തികാലത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് വളരെയധികം വിസ്തൃതമാണ്. इस काल की प्रमुख प्रवृत्ति भक्ति के अलावा जो अन्य प्रवृत्तियां है उसमें वीर काव्य, प्रबंध काव्य, श्रृंगार, രീതി നിരൂപൺ ആദി भी है. ഈ കാലഘട്ടത്ത് ഭക്തിയുമായി ബന്ധപ്പെട്ട രചനകൾ മാത്രമല്ല മറ്റു കൃതികളും ഉണ്ടായിരുന്നു. അവയിൽ പ്രധാനപ്പെട്ടതാണ് വീരരസം തുളുമ്പുന്ന കാവ്യങ്ങൾ, പ്രബന്ധ കാവ്യങ്ങൾ, ശൃംഗാര കാവ്യങ്ങൾ, രീതി നിരൂപണങ്ങളും ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഭക്തികാൽ का കേന്ദ്രീയ തത്വ ഈശ്വർ ഭക്തി ഹെ, ഭക്തികാലത്തിന്റെ കേന്ദ്രീയ തത്വം എന്ന് പറയുന്നത് ഈശ്വര ഭക്തിയാണ്. ഈശ്വർ के प्रति आस्था और आराध्य का गुणगान ही काव्य के रूप में प्रचलित हुआ है. ഈശ്വരനെ പ്രതിയുള്ള ആരാധനയും ആസ്ഥയുമെല്ലാം ഗുണഗാനങ്ങൾ പാടുകയെല്ലാം ഈ കാലഘട്ടത്തിൽ പ്രചരിച്ചിരുന്നു. महत्वपूर्ण बात यह है कि सभी भक्त संतों ने ईश्वर की भक्ति भावना से प्रेरित होकर अपनी रचनाओं की है, परंतु उनकी भक्ति की प्रवृत्ति में अंतर है. മഹത്വപൂർണമായ ഒരു കാര്യം ഇതാണ്, സന്യാസി സമൂഹത്തിൽപ്പെട്ട പലരും ആദ്യം ഭക്തി മാർഗം സ്വീകരിക്കുകയും പിന്നീട് അവർ അവരുടെ തങ്ങളുടെ ആരാധ്യ പുരുഷനായ ഈശ്വരന് വേണ്ടിയിട്ടുള്ള രചനകൾ നിർവഹിക്കുകയും ചെയ്യുന്നു. इनमें कोई अपने ईश्वर को निर्गुण रूप में देखते हैं तो कोई सगुण रूप में, ഇതിൽ കുറച്ച് പേര് ഈശ്വരനെ നിർഗുണ രൂപത്തിൽ കാണുന്നു, മറ്റു ചിലർ സഗുണ രൂപത്തിൽ കാണുന്നു. लेकिन भक्ति ही दोनों धाराओं का सर्व समावेशी तत्व है. भक्ति इस काल की मूल प्रवृत्ति और केंद्रीय चेतना भी है. लेकिन भक्ति ही दोनों धाराओं का പക്ഷെ ഈ സർഗുണാണെങ്കിലും നിഗുണാണെങ്കിലും രണ്ട് ധാരയിലും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഭക്തി തന്നെയാണ്.
ഭക്തി ഇസ് കാൽ കി മൂൽ പ്രവൃത്തി और കേന്ദ്രീയ ഭക്തി എന്ന് പറഞ്ഞ ഈ കാലത്തിന്റെ അടിസ്ഥാന പ്രവൃത്തിയും കേന്ദ്രീയമായ ഒരു ചേതനയും ആയിരുന്നു. चाहे वह निर्गुण संत हो या सगुण भक्त, सभी इस भक्ति द्वारा शक्ति का साक्षात्कार करना चाहते हैं. चाहो वह निर्गुण संत हो या सगुण भक्त, നിർഗുണനായ ഒരു സന്യാസി ആയിക്കോട്ടെ അല്ലെങ്കിൽ സഗുണനായ ഒരു ഭക്തനായിക്കോട്ടെ, സഭി ഇസ് ഭക്തി ദ്വാര ശക്തി കാ സാക്ഷാത്കാർ കർണാ ചാഹതാ ഹൈ. പക്ഷെ രണ്ടുപേരും ഈ ഭക്തി മുഖാന്തരം ശക്തി കാ സാക്ഷാത്കാർ, ഇവിടെ സത്യം എന്ന് പറയുന്നത് ഈശ്വരനിൽ പ്രാപിക്കുക, ഈശ്വരനിൽ ചേരുക എന്നതാണ് രണ്ടുപേരുടെയും ലക്ഷ്യം. उनके यह ईश्वर की प्राप्ति का एकमात्र माध्यम ईश्वर के प्रति ആസ്ഥ और സമർപ്പൺ ഹെ. ഈ രണ്ടു കൂട്ടരുടെയും ഈശ്വരനെ പ്രാപിക്കുക എന്ന മാധ്യമത്തിലൂടെ അവർ രണ്ടുപേരും ഈ ഒരു ഈശ്വർ की प्राप्ति का एकमात्र മാധ്യം ഈശ്വർ के प्रति ആസ്ഥ और സമർപ്പൺ ഹെ. രണ്ടു കൂട്ടരും തങ്ങളെ തന്നെ സമർപ്പിക്കുക വഴി ഈശ്വരനിൽ പ്രാപിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. संपूर्ण भक्ति काल को निर्गुण तथा सगुण दो रूपों में विभाजित किया जा सकता है. സമ്പൂർണ്ണ ഭക്തികാലത്തെ സഗുണ എന്നും നിർഗുണമെന്നും രണ്ടായിട്ട് വിഭാജനം ചെയ്തിട്ടുണ്ട്. പുനഃ ഇസ്കി ദോ ഉപശാഖായ ഹെ. കൂടാതെ ഇതിന് രണ്ട് ഉപശാഖകളുമുണ്ട്. निर्गुण धारा के भक्तों ने ईश्वर को निराकार रूप में स्वीकार किया है. നിർഗുണ ഭക്തിധാരയിലുള്ള ഉള്ളവർ ഈശ്വരനെ നിരാകാര രൂപത്തിലാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഉൻകെ അനുസാർ ഈശ്വർ ശക്തിമാൻ തഥാ സർവവ്യാപി ഹെ. ഇവരുടെ അഭിപ്രായത്തിൽ ഈശ്വരൻ ശക്തിവാനും സർവവ്യാപിയുമാണ്. വഹ കൺ കൺ മേ വിദ്യമാൻ ഹെ അഥഹ വഹ കിസി ആകാർ കെ അന്തർ സമാഹി നഹി സക്താ ഹെ. കൂടാതെ ഇവർ ഒരു രൂപത്തിലും കിസി ആകാർക്കെ അന്തർ ഒരു പ്രത്യേക രൂപത്തിലോ ആകാരത്തിലോ ഒന്നിലും ഒതുങ്ങി നിൽക്കുന്നില്ല, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഇനി ഭക്തികാലത്തിലെ പ്രമുഖരായ കവികൾ. निर्गुण धारा के ज्ञानमार्ग की शाखा के कवियों में कबीर, रैदास, नानक, दादू, मालुक दास तथा सुंदर दास का नाम उल्लेखनीय है. നിർഗുണ ഭക്തിധാരയിലെ ഖാനാശ്രയ ശാഖയിൽ കബീർ, രൈദാസ്, ഗുരുനാനക്, ദാദു ദയാല്, മാലുക് ദാസ് തഥാ സുന്ദർ ദാസ് ഇവരെല്ലാം വളരെ പ്രഗത്ഭരാണ്. इसकी प्रेम मार्गी शाखा के कवियों में ജായ്സി, കുത്തുബൻ, മഞ്ചൻ ആദി കവി ഹെ. ഇതില് ജ്ഞാനാശ്രയ ശാഖയിലുള്ളവരാണ് ജായ്സിയും കുത്തുബനും മഞ്ചനും. ഈ കവി സൂഫി കവി, ഇവരെയാണ് സൂഫി കവികൾ എന്ന് പറയുന്നത്. ജിസ്കെ ആരാധ്യ പുരുഷൻ നാരി ഹെ. ഇവരുടെ ഈ സൂഫി കവികളുടെ ആരാധ്യ പുരുഷൻ എന്ന് പറയുന്നത് സ്ത്രീയാണ്. अर्थात साधक या प्रेमी अपनी प्रेमिका के पाने के लिए प्रयास करता है. ഒരു കാമുകൻ ഒരു കാമുകിയെ കിട്ടുന്നതിന് വേണ്ടി എന്തെല്ലാം പ്രയത്നങ്ങൾ ചെയ്യുന്നു, അതുപോലെയാണ് ഈ സൂഫി കവികൾ തങ്ങളുടെ ഈശ്വരനെ പ്രാപിക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കുന്നത്. ഇൻകെ ഈശ്വർ നാരി കെ രൂപ മേ സർവശക്തിമാൻ സത്ത കെ രൂപ മേ വിദ്യമാൻ ഹെ. ഇവരുടെ ഈശ്വരൻ അവരുടെ ഒരു കാമുകിയുടെ രൂപത്തിൽ കാണുകയും അവരെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ വളരെ ശക്തിമാനായ ഒരു ദൈവമാണ് എങ്കിലും അവരെ കാണുന്നത് തങ്ങളുടെ ഒരു കാമുകിയുടെ രൂപത്തിലാണ്. അവരെ നേടുന്നതിന് വേണ്ടിയുള്ള പ്രയത്നങ്ങളാണ് അവർ ചെയ്യുന്നത്. इन कवियों ने प्रेम कथाओं का लोक कथाओं के जरिए प्रस्तुत किया है. ഇവരെന്ത് ചെയ്യുന്നു, ഈ പ്രേമ കഥകളെ ലോക കഥകളായിട്ട് ജനസമ്പർക്കത്തിനുള്ള സാധാരണ കഥകളിലൂടെ പ്രചരിപ്പിക്കുന്നു. सगुण भक्ति कवियों ने ईश्वर को सगुण साकार माना है. सगुण ഭക്തിയിൽപ്പെട്ട കവികൾ ഈശ്വരനെ सगुण साकार माना है, सगुण साकाराയിട്ടാണ് കാണുന്നത്. इनके अनुसार ईश्वर जगत के कल्याण के लिए अवतार लेता है और भक्तों को कष्टों को दूर करता है. ഇവരുടെ അനുസാരത്തിൽ ഈശ്വർ ഭൂമിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ജനിച്ചിരിക്കുന്നത്. അവർ ഭക്തന്മാരുടെ കഷ്ടതകളെ ഇല്ലാതാക്കുന്നു. इस धारा में कृष्ण तथा राम के रूप में दो शाखाएं हो जाते. ഇവർക്കിടയിൽ കൃഷ്ണന്റെയും രാമത്തിന്റെയും രൂപത്തിൽ രണ്ട് ശാഖകൾ ഉണ്ട്. അതായത് കൃഷ്ണഭക്തി ശാഖയും രാമഭക്തി ശാഖയും. കവിയോं ने ईश्वर को अपना सखा प्रेमी माना है. കവികൾ, അതായത് സൂഫി കവികളാണ് ഈശ്വരനെ തങ്ങളുടെ സഖിയായിട്ടും പ്രേമിയായിട്ടും കാണുന്നു. साथ ही साथ उनके बाल रूप का मनोहारी वर्णन किया. കൂടാതെ അവരുടെ
കുട്ടിക്കാലത്തെ മനോഹരമായി വർണ്ണിക്കുകയും ചെയ്യുന്നു. ഇസ്മേ സൂർദാസ്, നാഭാദാസ്, മീരാബായി. ഇതിൽ സൂർദാസും നാഭാദാസും മീരാബായിയും ഒക്കെയുണ്ട്. रामभक्ति शाखा के कवियों ने राम को मंगलकारी रूप प्रदान किया है. രാമഭക്തി ശാഖയിലുള്ളവർ രാമനെ ലോകത്തിന്റെ ക്ഷേമം ആഗ്രഹിക്കുന്ന വ്യക്തിയായിട്ടാണ് കാണുന്നത്. ഉनके राम परिवार समाज एवं राष्ट्र की समस्याओं में संघर्ष करते हैं और जनता का കല്യാൺ കർത്തേ. അവരുടെ രാമൻ എന്ന് പറയുന്നത് കുടുംബങ്ങളെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും കൂട്ടിയിണക്കുകയും സംഘർഷങ്ങൾ ഇല്ലാതാക്കുകയും ജനങ്ങളുടെ ക്ഷേമം ആഗ്രഹിക്കുകയും ചെയ്യുന്ന രാമനാണ്. कवियों में सिरमौर तुलसीदास है जिसके राम संपूर्ण जगत में व्याप्त है. കവികളിൽ ഏറ്റവും ശ്രേഷ്ഠൻ തുളസീദാസാണ് രാമകവികളിൽ. ജിസ്കെ രാം സമ്പൂർണ്ണ ജഗത്, അദ്ദേഹത്തിന്റെ രാമൻ ഈ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. भक्ति काल में निर्गुण सगुण भक्ति की प्रमुख प्रवृत्तियों के अलावा जो गौण प्रवृत्तियां दृष्टिगत होती है उनमें वीर, श्रृंगार, रीति, നീതി ആദി പ്രമുഖ. ഭക്തികാലത്തിൽ നിർഗുണവും സഗുണവുമായ പ്രവൃത്തികളല്ലാതെ ഗൗണമായ രീതിയിൽ ചെറിയ രീതിയിൽ മറ്റു ചില പ്രവൃത്തികളും ഉണ്ടായിരുന്നു. അതിൽ വീരും ശൃംഗാരവും നീതി സംബന്ധമായ രചനകളും ഉണ്ടായിരുന്നു. ഭക്തികാൽ की अन्य प्रवृत्ति, ഭക്തികാലത്തിന്റെ മറ്റ് സവിശേഷതകൾ. സമ്മോഹക സംഗീതാത്മകത, മയക്കുന്ന രീതിയിലുള്ള സംഗീതാത്മകതയാണ് മറ്റൊരു പ്രത്യേകത. ഭക്തികാൽ में भाव और भाषा, काव्य और संगीत का मणि कांचन योग है. ഭക്തികാലത്തിലെ ഭാവത്തിന്റെയും ഭാഷയുടെയും കാവ്യത്തിന്റെയും സംഗീതത്തിന്റെയും രത്നം എന്ന് പറയുന്നത് കാഞ്ചൻ യോഗാണ്. काव्य में संगीतात्मकता के समावेश के लिए जिस आत्मविश्वास, तीव्र अनुभूति, असहज स्फूर्ति और अंत प्रेरणा की आवश्यकता होती है वह भक्ति काव्य में पर्याप्त मात्रा में है. കാവ്യത്തിൽ സംഗീതാത്മകതയുടെ ഈ സമാവേശം, അതിൽ ആത്മവിശ്വാസവും തീവ്ര അനുഭൂതികളും സഹജസ്ഫൂർത്തിയും അന്തപ്രേരണയും അതിൻ്റെയൊക്കെ ആവശ്യകത ഈ സംഗീതം ചേർക്കുന്നതോടുകൂടി ഈ സംഗീതത്തിൽ ഇതെല്ലാം ഉണ്ട്. ഈ ഒരു എല്ലാ മനോവികാരങ്ങളും അതിലുണ്ട്. അത് ഭക്തി കാവ്യമേ പക്ഷെ ഭക്തി കാവ്യങ്ങളിൽ ഇതൊക്കെ പര്യാപ്തമായ അളവിലേ ഉള്ളൂ. മറ്റു കാലങ്ങളിൽ ഇതെല്ലാം വേണ്ടുവോളം ഉണ്ടായിരുന്നു. सूर तुलसी मीरा कबीर के पद सबके ഹൃദയവും അവർ കണ്ടോമേ ആജ് തക് ബസേ ഹെ. സൂറിൻ്റെയും തുളസിയുടെയും മീരയുടെയും കബീറിൻ്റെയും പദങ്ങൾ ഇന്നും മനുഷ്യരുടെ ഹൃദയങ്ങളിലും തൊണ്ടയിലും പാട്ടായിട്ടും ഹൃദയത്തിൽ ഓർമ്മകളായിട്ടും ഇന്നും നിലനിൽക്കുന്നു. കാവ്യരൂപവും കി വൈവിധ്യത, അടുത്താണ് കാവ്യങ്ങളുടെ രൂപങ്ങളിലുള്ള വൈവിധ്യത. काव्यरूपों की विविधता की दृष्टि से भी भक्तिकाल काफी समृद्ध है. കാവ്യരൂപങ്ങളുടെ വൈവിധ്യത്തിന്റെ കാര്യത്തിലും ഭക്തികാലം വളരെ വൈവിധ്യപൂർണമാണ്. इसके प्रबंध काव्य, मुक्त काव्य, सूफी काव्य, संगीत काव्य, जीवन चरित्र आदि सभी कुछ उपलब्ध है. ഇതിൽ പ്രബന്ധ കാവ്യങ്ങളും മുക്തക കാവ്യങ്ങളും സുക്തി കാവ്യങ്ങളും സംഗീത കാവ്യങ്ങളും ജീവൻ ചരിത്ര ആദി സബ് കുച്ച് ഉപലബ്ധ है. ഭക്തികാലത്തിന്റെ ഭാഷ. ഭക്തികാൽ के साहित्य की भाषाओं में അവധി और ബ്രജ്. ഭക്തികാലത്തിലെ പ്രധാനപ്പെട്ട ഭാഷ എന്ന് പറയുന്നത് അവധിയും ബ്രജുമാണ്. तुलसी ने अवधि को और सूर ने ब्रज भाषा को टकसाली और शुद्ध रूप देकर ചരമോത്കൃഷ് പർവ്വത. തുളസി അവധി ഭാഷയെയും സൂർ ബ്രജ് ഭാഷയും അതിൻ്റെ മനോഹരമായ രീതിയിൽ അതിൻ്റെ ഉന്നമനത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ അവരാണ് ഈ ഭാഷകളെ വളരെ വളരെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ച് അതിൻ്റെ സർവോപരി ഉന്നതമായ സ്ഥാനത്ത് അവർ എത്തിച്ചു. ഇനി അലങ്കാരം, രസം ഏവം ചന്തം. ഈ ഭക്തികാലത്തുണ്ടായിരുന്ന അലങ്കാരങ്ങളും ചന്തുകളും രസങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം. അലങ്കാര, രസ और ചന്ത് इन तीनों की दृष्टि में ഭക്തികാൽ महत्वपूर्ण है. ഈ അലങ്കാരം, ചന്ത്, രസം ഇതിൻ്റെയൊക്കെ ഉപയോഗത്തിന്റെ കാര്യത്തിലും ഭക്തികാലം महत्वपूर्णമാണ്. ഭക്തികാലീന സാഹിത്യമേ വിവിധ അലങ്കാരവും സ്വാഭാവിക പ്രയോഗവുമായി. ഭക്തികാലത്തിന്റെ സാഹിത്യത്തിൽ വിവിധ തരത്തിലുള്ള അലങ്കാരങ്ങൾ ഉപയോഗിക്കുന്നത് സ്വാഭാവികമായിരുന്നു. രസോം കി തോ ഈ സാഹിത്യമേ ധാരാഹി ബഹ്രഹി ഹെ. രസങ്ങളുടെ ധാര തന്നെ ഈ കാലഘട്ടത്തിൽ ഒഴുകിയിരുന്നു. ചന്തോക നബേ തുലെ പ്രയോഗ. വൃത്തങ്ങൾ അവർ അളന്നു മുറിച്ച് വളരെ കുറച്ചാണ് ഉപയോഗിച്ചിരുന്നത്.
അടുത്തത് ചർച്ചാക്കിയ മുഖ്യ ബിന്ദു എന്നുള്ള പോയിന്റാണ്. अलंकार रस चंद इन तीनों की दृष्टि से ഭക്തികൾ സമൃദ്ധ है. അലങ്കാരത്തിന്റെയും രസത്തിന്റെയും ചന്ദിന്റെയും ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ഭക്തികാലം സമൃദ്ധമാണ്. കാവ്യരൂപം की विविधता की दृष्टि से भी ഭക്തികൾ काफी संपन्न है. കാവ്യരൂപങ്ങളുടെ വൈവിധ്യതയുടെ കാര്യത്തിലും ഭക്തികാലം സമൃദ്ധമാണ്. അടുത്തത് അവലോകൻ. भक्ति काल में ईश्वर की प्रति आस्था और आराधिका गुणगान ही काव्य के रूप में प्रचलित है. ഭക്തി കാലത്തിൽ ഈശ്വരനോടുള്ള ആസ്ഥയും കൂടാതെ അദ്ദേഹത്തിന്റെ ആരാധന ഗുണഗാന രൂപേണ പാടുന്നതും പ്രചരിച്ചിരുന്നു. ഈശ്വർ ഭക്തി ഹി ഭക്തികാലക്ക് കേന്ദ്രീയത. ഈശ്വര ഭക്തിയാണ് ഭക്തികാലത്തിന്റെ ഏറ്റവും കേന്ദ്രബിന്ദു. അടുത്തത് പുനരാവൃത്തി. ധാർമ്മിക കാവ്യ की പ്രമുഖത. മതപരമായ ഗ്രന്ഥങ്ങളുടെ പ്രമുഖത. वीर काव्य की कमी देखी जा सकती है परंतु उसकी निरंतरता बनी रही है. വീരകാവ്യങ്ങൾ കുറവായിരുന്നു എങ്കിലും അതിന്റെ തുടർച്ചയായിട്ട് ആദ്യകാലത്ത് തുടർച്ചയായിട്ട് കുറച്ച് വീരകാവ്യങ്ങൾ ഉണ്ടായിരുന്നു. രാമചരിതമാനസവും രാമചന്ദ്രികാമേ വീരതാക്കി പ്രമുഖ പ്രവർത്തിയും. രാമചരിതമാനസത്തിലും രാമചന്ദ്രികയിലും വീരരസത്തിന്റെ പ്രമുഖത ഉണ്ട്. अनेक कवियों ने प्रबंध काव्यों के कुरे कविകൾ प्रबंध काव्यങ്ങൾ എഴുതി. भक्ति काल में अकबर ने दरबार में जिन हिंदी काव्यों का सम्मान प्राप्त था उनमें चतुर्भुजदास पृथ्वीराज मनोहर टोक्रमल बीरबल गंगा रहीम आदि प्रमुख है. അക്ബറിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് കവികളെ അദ്ദേഹം ആദരിച്ചിരുന്നു. അതിൽ ചതുർഭുജദാസ്, പൃഥ്വിരാജ്, മനോഹർ ടോക്രമൽ, बीरबल, गंगा रहीम आदि प्रमुख है. रीति निरूपण की प्रवृत्ति यद्य भी इस काल में भक्ति के प्रवाह के कारण क्षीण रही है. രീതി നിരൂപണത്തിന്റെ പ്രവൃത്തി ഈ ഭക്തിയുടെ ഒഴുക്കിൽ വളരെ ക്ഷയിച്ചിരുന്നു. ഭക്തി കാവ്യമേ രീതി കവി है കൃപാരാമ, സുന്ദർദാസ്, കേശവദാസ്, റഹീമാദി. ഭക്തികാലത്തിലെ രീതി കവികളാണ് കൃപാരാമും സുന്ദർദാസും കേശവദാസും റഹീം മുതലായവർ. कबीरदास के समकालीन कई महान कवि हुए थे जिसमें सगुण भक्त और निर्गुण भक्त. കബീർദാസിന്റെ സമകാലീനരായ കവികളിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. അതിൽ സഗുണ ഭക്തരും ഉണ്ടായിരുന്നു, നിർഗുണ ഭക്തരായ കവികളും ഉണ്ടായിരുന്നു. രാമഭക്ത്, കൃഷ്ണഭക്ത്, ജ്ഞാനമാർഗി തഥാ പ്രേമമാർഗി കവി കബീർ കെ സമകാലീൻ थे. രാമഭക്ത കവികളും കൃഷ്ണഭക്ത കവികളും ജ്ഞാനമാർഗി തഥാ പ്രേമമാർഗി കവികളും കബീറിന്റെ സമകാലീനരായിട്ട് ഉണ്ടായിരുന്നു. ദാദു ദയാല് അദ്ദേഹത്തിന്റെയാണ് സാക്കി ഔർ പദ്. രൈദാസിന്റെ പദങ്ങൾ, ഗുരുനാനാക്കിന്റെ ഗുരു ഗ്രന്ഥ സാഹിബ ആദി ജ്ഞാനമാർഗിക ശീർഷസ്ഥ വളരെ പ്രധാനമായ ഗ്രന്ഥങ്ങളാണ്. മാലിക് മുഹമ്മദ് ജായ്സിയുടെ പത്മാവത്, കുതുബന്റെ മൃഗാവതി, ഉസ്മാന്റെ ചിത്രാവലി, മഞ്ചന്റെ മധുമാലതി ആദി പ്രേമമാർഗി കവിയോമെ ഉല്ലേഖനി ഹേ. അവരുടെ കൃതികളാണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. ഗോസ്വാമി തുളസീദാസിന്റെ രാമചരിതമാനസ്, നാഭാദാസിന്റെ ഭക്തമാല്, സ്വാമി അഗ്രദാസിന്റെ രാമധ്യായ മഞ്ജരി ആദി രാമഭക്തി ശാഖയിലെ പ്രസിദ്ധമായ കവികളും അവരുടെ രചനകളുമാണ്. സൂർദാസിന്റെ സൂർസാഗർ, മീരാഭായിയുടെ പദാവലി, നന്ദദാസിന്റെ പഞ്ചധ്യായി, കുംഭദാസിന്റെ പദ്, കൃഷ്ണദാസിന്റെ പ്രേമതത്വ ജैसे कवियों ने कृष्ण भक्ति धारा का महत्वपूर्ण. ഇവരൊക്കെ കൃഷ്ണ ഭക്തിധാരയിലുള്ള പ്രമുഖരായ കവികളും അവരുടെ രചനകളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇത്രയുമാണ് ഈ പാഠം. ഇതിൽ മൊത്തം ഓവറോൾ ഭക്തികാലത്തിനെ മൊത്തം റീകാപ്പ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിന് മൊത്തത്തിലുള്ളൊരു പ്രധാനതകളെ കുറിച്ചും അതിൻ്റെ ഓരോ ശാഖയിലെയും പ്രധാന കവികളും അവരുടെ എഴുത്തുകാരും കുറിച്ചുമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ പാഠത്തിൻ്റെ അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഹിന്ദി സാഹിത്യമേ ഭക്തികാലയ്ക്ക് അന്യകവികളുടെ സ്ഥാനങ്ങൾ നിർദ്ധാരണം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കബീർദാസ് കെ സമകാലി അന്യ മഹാൻകൾ, കബീർദാസിന്റെ കാലത്തുണ്ടായിരുന്ന അന്യ മഹാകവികളെ കുറിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഹിന്ദി സാഹിത്യ ഇതിഹാസമേ ഭക്തിയുഗത്തിന്റെ മഹത്വമാണ് അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഇത്രയുമാണ് ഈ ലെസണിലുള്ളത്. ഇതോടുകൂടി നമ്മുടെ ബ്ലോക്ക് 4 ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ബ്ലോക്കിൽ ഒരു പുതിയ യൂണിറ്റുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.